പരിമിതമായ നമ്മുടെ ഈ സൗകര്യത്തിൽ നിന്നുകൊണ്ട് പ്രവൃത്തിനാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത്യുന്നതം നമുക്ക് മറ്റൊരു അവസരത്തിലാണ് ഇപ്പോൾ പാടേണ്ടത്. ഞങ്ങൾ കടങ്ങൾ
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന് നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹ കർത്താവിനെ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ രഹസ്യങ്ങൾ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാനും മനുഷ്യാവതാരത്തിന് മഹനീയ ഫലങ്ങൾ നേടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്തുതിനങ്ങൾ പാടുന്നു ഈശോനാഥ, ഹൃദയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേറുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരം ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ.
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശാന്തമായിട്ട് നമുക്ക് ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ സജീവവും ജീവിതായുമായ വചനം നമുക്ക് ശ്രമിക്കാം. ഒന്നാം വായന. സഹോദരൻ, നിങ്ങളിരുന്ന ശ്രദ്ധയോടെ കേൾക്കുകയും യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുൾ ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യേശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ, ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കുവാനും നന്മ സ്വീകരിക്കുവാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബൂലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, യോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്ന അവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനങ്ങൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയും ആയിരിക്കും. അത് ചവിട്ടി മെതിച്ചും ചീന്തി കീറിയും നടക്കും. രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. കർത്താവ് അരുൾ ചെയ്യുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. രണ്ടാം വായന. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾപ്പിൻ. മിഖായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറൂസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ മേൽ യുദ്ധം അഭ്യസിക്കില്ല. ബത്ലഹേം, എഫ്രാത്ത, യൂദഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ
അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനായാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസ്രിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയും ആയിരിക്കും. അത് ചവിട്ടിമെതിച്ചും ചിന്തിക്കേറിയും നടക്കും. രക്ഷിക്കാനാരും ഉണ്ടാകുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വ ശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. കർത്താവ് അരുൾ ചെയ്യുന്നു. ദൈവമായ കർത്താവേ, സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ വിശ്വനാഥൻ തിരുജനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. വാനിലും ഓടിയിലും തിങ്ങി വിളങ്ങുന്നു. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ വിശ്വനാഥൻ തിരുജനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ വിശ്വനാഥൻ തിരുജനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ വിശ്വനാഥൻ തിരുജനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കിരുന്ന് പൗലോസ്ലിഹായുടെ ലേഖനം, പൗലോസ്ലിഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അല്പം ദീർഘമാണ്, ശ്രദ്ധയോടുകൂടി കേൾക്കാം. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ഈ ലേഖനം കർത്താവെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്നതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മിശിഹായെ ഉദ്ദേശിച്ചാണ്. ഞാൻ പറയുന്നത് ഇതാണ്: 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കിയില്ല. എന്തെന്നാൽ പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്ന് ആയിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെ എന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു.
ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നുവെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് മിശിഹായുടെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. മിശിഹായോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും മിശിഹായെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങൾ എല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. നിങ്ങൾ മിശിഹായ്ക്കുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. പിന്തുടർച്ച അവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനോടരുൾ ചെയ്തു, നീയല്ലോ മമ വത്സലപുത്രൻ, നിനക്കായി ജന്മം ചോദിക്കുക നീ എന്നോടെന്നും, കരുണയതിരുകൾ നിൻകീഴാകും, ജനതകളഖിലം നിന്നവകാശം. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അക്കാലത്ത് ലോകനിവാസികളെല്ലാം പേരെഴുതിക്കണമെന്ന് അഗസ്റ്റ സീസറിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു. സിറിയയിൽ കിരിനിയോസ് ദേശാധിപതിയായിരിക്കുമ്പോൾ ഈ ഒന്നാമത്തെ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കുവാൻ ഓരോരുത്തരും താങ്കളുടെ നഗരങ്ങളിലേക്ക് പോയി. ദാവീദിന്റെ കുടുംബത്തിലും കുലത്തിലും പെട്ടവനായിരുന്നതിനാൽ
യൗസേപ്പ് ഗലീലയിലെ നസറത്ത് എന്ന നഗരത്തിൽ നിന്നും യൂദയായിൽ ദാവീദിന്റെ നഗരമായ ബെത്ലഹേമിലേക്ക് തന്നെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഗർഭിണിയായ മറിയത്തോടുകൂടെ പേരെഴുതിക്കുവാൻ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ ദിവസമായി. അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു. അവനെ പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആടുകൾക്ക് രാത്രി കാവലിരിക്കുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവർക്ക് ചുറ്റും പ്രകാശിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളം ഇതാണ്: വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ദൂതനോടൊത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ തിടുക്കപ്പെട്ടു പോയി മറിയത്തെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടെത്തിയപ്പോൾ ശിശുവിനെ പറ്റി തങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തെ കുറിച്ച് ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആട്ടിടയന്മാർ മൊഴിയുകയായി പോകാം ബെത്ലഹേം നഗരത്തിൽ. കാണാം മാനവദൂതന്മാർ ചൊന്ന മഹാത്ഭുതമിന്നവിടെ. ദൈവകുമാരകനെ കേവലമൊരു ചെറു പുൽക്കൂട്ടിൽ ജനനയുമരികിൽ യൗസേപ്പും അറിയിക്കുകയായി അഖിലരെയും അത്ഭുത സംഭവമൊന്നൊന്നായി മോദങ്ങളുടെ സ്തുതിഗീതികളായി അതുലമവേശനെ വാഴ്ത്തുകയായി. മിശിഹാനാഥ ഞങ്ങളിതാ ഏറ്റുപറഞ്ഞു നമിക്കുന്നു. ദൈവിക മാനുഷ സത്തയിതാ നിന്നെ പൂർണ്ണത പുൽകുന്നു. ആട്ടിടയന്മാർ പൊഴിയുകയായി പോകാം ബെത്ലഹേം നഗരത്തിൽ. കാണാം മാനവദൂതന്മാർ ചൊന്ന മഹാത്ഭുതമെന്നവിടെ. പോകുകയായവരതിവേഗം കണ്ടു ദൈവകുമാരകനെ കേവലമൊരു ചെറു പുൽക്കൂട്ടിൽ ജനനയുമരികിൽ യൗസേപ്പും അറിയിക്കുകയായി അഖിലരെയും അത്ഭുത സംഭവമൊന്നൊന്നായി മോദങ്ങളുടെ സ്തുതിഗീതികളാൽ അതുല മഹേശ്വരെ വാഴ്ത്തുകയായി. മിശിഹാനാഥ
ഇടയന്മാർ പൊഴിയുകയായി ഓദാമസ്ലെ നഗരത്തിൽ കാണാം വാനവദൂതന്മാർ ചൊന്ന മഹാത്ഭുതമിന്നവിടെ. പോകുകയാണവരതിവേഗം കണ്ടു ദൈവകുമാരനെ കേവലമൊരു ചെൽപ്പുൽക്കൂട്ടിൽ ജനനിയുമരികിൽ യോസേപ്പും. അറിയിക്കുകയായി അഖിലരെയും അത്ഭുത സംഭവമൊന്നൊന്നായി ബോധമോടെ സ്തുതിഗീതികളാൽ മധുരമഹേശ്വരെ വാഴ്ത്തുകയായി. ആരാധിക്കാം സന്നിധിയിൽ ഏകാത്മജനാം മിശിഹായേ ദൈവപിതാവിൻ വചനത്തെ ആദിയുമന്തവുമായത്. സമനായി സത്തയിലും ഒന്നായി നിത്യം വാഴ്വോ നീ. വാഴ്ത്താമങ്ങയെ സാമോദം ദൈവമഹത്വം കീർത്തിക്കാം. ലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. പിറന്നു ബേത്ലഹേമിൽ വന്ദനമരുളാൻ വന്നിടുവിൻ. നിർമ്മലമോദമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ. പാതിരാവിൻ പരിനീരിൽ പൂനിലാവിൻ പുഞ്ചിരിയിൽ സുരദീപം താണിറങ്ങി വരുന്നുലകിൽ. ഉണ്ണിപിറന്നു ബേത്ലഹേമിൽ വന്ദനമരുളാൻ വന്നിടുവിൻ. നിർമ്മലമോദമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഒരു 2-3 മിനിറ്റ് നേരം ശാന്തമായിട്ടിരിക്കുക. ഞാൻ ഒരു വലിയ പ്രസംഗമൊന്നും പറയുന്നില്ല ഇന്ന്. ആദ്യമേ തന്നെ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച മനോഹരമായ ഗീതങ്ങളും പ്രാർത്ഥനകളും നമ്മൾ ശ്രദ്ധിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ക്രിസ്മസിൻ്റെ സന്ദേശം മുഴുവനും അതിലുണ്ട്. എല്ലാ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ ആലപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ആ പ്രാർത്ഥനയാണ് മാലാഖമാരുടെ സ്വർഗീയ ഗണത്തിൻ്റെ പ്രാർത്ഥന. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്? ആ ഒരു ചിന്ത മാത്രം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയുടെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, ആദി മാതാപിതാക്കന്മാർ ദൈവത്തോടൊപ്പം പറുദീസായിൽ എത്രയോ സന്തോഷത്തിൽ ജീവിച്ചിരുന്നു. വൈകുന്നേരങ്ങളിൽ
ദൈവത്തിൻ്റെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് അവർ ഉലാത്തുമായിരുന്നു. പക്ഷേ സർപ്പം അല്ലെങ്കിൽ പിശാച് അവരെ വഴിതെറ്റിച്ചു. തിന്മയെ നന്മയായിട്ട് ചിത്രീകരിക്കുകയും ആ പഴം കഴിക്കുകയും പറുദീസായിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുകയും ചെയ്ത ആ സംഭവത്തെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ കാരുണ്യവാനായ ദൈവം അവർ നശിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കാതെ അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ്. ആ രക്ഷകൻ നമ്മിലൊരുവനായിട്ട് എമ്മാനുവലായിട്ട് പിറന്നതിൻ്റെ വലിയ സ്മരണയാണ് നമ്മൾ ആഘോഷിക്കുക. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഓരോ മനുഷ്യ വ്യക്തിയും അവരാരും നശിച്ചു പോകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് വന്ന നമ്മൾ ദൈവത്തിൽ വിലയം പ്രാപിക്കുവാനുള്ളവരാണെന്നുള്ള പരമമായിട്ടുള്ള സത്യം ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മഴക്കാലത്ത് മഴവെള്ളം ചെറിയ അഴുക്ക് വെള്ളമായിട്ട് കെട്ടിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എങ്ങനെയാണ് ആ മഴവെള്ളം ചെളിയായിട്ട് മാറുന്നത്? ഒരു കാലത്ത് അത് മനോഹരമായ വെൺമേഘമായിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടന്നതായിരുന്നു. ഈ ലോകത്തിൻ്റെ ആസക്തികളും അതുപോലെ വശീകരണത്തിലൊക്കെ പെട്ട് അത് കാർമേഘമായി തീർന്നു. ഭൂമിയുടെ ആകർഷണത്തെ ചെറുക്കാൻ സാധിക്കാതെ അത് മണ്ണിലേക്ക് നിപതിക്കുകയും ഈ മണ്ണിൻ്റെ എല്ലാ മാലിന്യങ്ങളുമായിട്ട് അത് ഇഴുകിച്ചേർന്ന് ചെളിവെള്ളമായിട്ട് തീരുകയാണ്. വീണ്ടും ആ വെള്ളം എങ്ങനെയാണ് നീരാവിയും അതുപോലെ മേഘവുമായിട്ട് വെൺമേഘവുമായിട്ട് മാറ്റപ്പെടുക? സൂര്യൻ്റെ താപമേറ്റുകൊണ്ടാണ്. സൂര്യൻ നേരിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അത്രമാത്രം കഠിനമായ ചൂട് നമുക്ക് താങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് സൂര്യൻ തൻ്റെ കിരണങ്ങളെ അയച്ചുകൊണ്ട് ആ അഴുക്ക ജലത്തെ നീരാവിയായിട്ടും വെൺമേഘമായിട്ടും വീണ്ടും ഉയർത്തുകയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ദൈവം തൻ്റെ തിരുക്കുമാരനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമ്മെ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും രക്ഷിക്കുവാൻ തീരുമാനിച്ചാകുന്നു. ഒരാൾ പോലും നശിച്ചു പോകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് തീർക്കാം. ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ മൺപാത്രങ്ങളിൽ പാകപ്പെടുത്തുന്നവരുണ്ടായേക്കാം. നമ്മളുടെ വീട്ടിലൊരു മൺപാത്രം അല്ലെങ്കിൽ പോഴ്സലെയിൻ പാത്രങ്ങൾ ഉടഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് സ്വാഭാവികമായിട്ടും വലിച്ച് വേസ്റ്റ് ബോട്ടിലേക്ക് മാറ്റും. മൺപാത്രങ്ങൾ പാപത്താൽ തകർന്നു പോയ മനുഷ്യനെ അവിടെ നിന്ന് വേസ്റ്റിലേക്ക് കളയുകയല്ല ചെയ്തത്. വളരെ ക്ഷമയോടുകൂടി അത് വീണ്ടും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു പാത്രമായിട്ട് മാറ്റുന്നത് പോലെ പാപത്താൽ തകർന്നു പോയ മനുഷ്യൻ്റെ ആ ദൈവിക ഛായയെ വീണ്ടും അവിടെ നിന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇനി വീണ്ടും തയ്യൽ അറിയാൻ പാടില്ലാത്തവർ ചുരുക്കമായിരിക്കാം. നമ്മൾ തയ്യിക്കുമ്പോൾ നൂല് കെട്ടുപിണഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അത് കട്ട് ചെയ്ത് പുറത്തേക്ക് കളയും. അങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന നൂലിനെ കട്ട് ചെയ്ത് കളയുന്നത് അവനല്ല ദൈവം, കാരുണ്യവനായ ദൈവം. ആ ഊരാക്കുടുക്കുകൾ വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി അഴിച്ചെടുത്ത് വീണ്ടും അത് ഉപയോഗയോഗ്യമാക്കുന്നത് പോലെ മനുഷ്യരായ നമ്മുടെ പാപക്കെട്ടുകൾ ഊരാക്കുടുക്കുകളെല്ലാം അഴിച്ച് വീണ്ടും പുതിയ വ്യക്തിയായിട്ട് മാറ്റുകയാണ്. ഇതാണ് ക്രിസ്മസിൽ നടക്കുന്ന കാര്യം. എമ്മാനുവലായിട്ട് ദൈവം നമ്മോടുകൂടെ ആ സംഭവമാണ് നമ്മൾ ഓർക്കുക. നമ്മിലൊരുവനായിട്ട് നമ്മെപ്പോലെ. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പരിശുദ്ധമ്മയും മറിയോസെ പിതാവും കണക്കെഴുതുവാനായിട്ട് പോകുന്നു. സ്ഥലം കിട്ടാതെ സത്രങ്ങളെല്ലാം അവരെ മാറ്റി നിർത്തുന്നു. അവിടെ കന്നുകാലികൾ വസിച്ചിരുന്ന നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പുൽക്കൂട് പോലെ അല്ല ചരിത്രത്തിൽ. പലസ്തീനയിലും ഇസ്രായേലിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ കൊടും തണുപ്പിൽ മണ്ണിൻ്റെ അടിവശത്തൊക്കെയുള്ള ഒരുതരം ഗുഹകൾ പോലെയാണ്. അവിടെയാണ് ആടുമാടുകളെ താമസിപ്പിക്കുക. അതികഠിനമായ ശൈത്യം. അവിടെയാണ് കൂരാക്കൂരിട്ടിൽ രക്ഷകൻ ഭൂജാതനാകുകയാണ്. ആ രക്ഷകൻ്റെ ജനനം അറിഞ്ഞതാരായിരുന്നു? എളിയവരായ ആട്ടിടയന്മാർ, നൊമാഡ്സായിട്ട് ആടുകളെ മേയ്ച്ച് അവയ്ക്ക് കാവൽ കിടന്നിരുന്ന അവർക്കാണ് മലാഹമാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്
അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വമൊക്കെ അറിയിച്ച് അവർ ബത്ലഹേം വരെ പോയി ആ സന്തോഷം അവരറിഞ്ഞ് കാണുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുന്നു. വീണ്ടും വിജ്ഞാനികളായ പൂജ രാജാക്കന്മാർ നക്ഷത്രത്തിൻ്റെ ദിശ കണ്ടുപിടിച്ചുകൊണ്ട് അവർ വന്ന് വിലയേറിയ കാഴ്ചകൾ, സ്വർണവും മിറയും കുന്തിരിക്കുമൊക്കെ കാഴ്ചവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് പ്രചോദനം നൽകേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിഷ്കളങ്കരായ, നിഷ്കപടരായ, ശിശുസഹജമായ നൈർമല്യമുള്ളവർക്കാണ് ദൈവിക ദർശനവും ദൈവിക രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ വിജ്ഞാനികളും പണ്ഡിതരുമായിട്ടുള്ള വ്യക്തികൾക്കും ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മൾ എളിമ നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തെ അന്വേഷിക്കുക. തീർച്ചയായിട്ടും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാവുന്നു. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഈശ്വര ദർശനത്തിന് വേണ്ടി, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി, ദൈവദർശനം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഗുരു സമാധിയിൽ ഇങ്ങനെ പ്രാർത്ഥന നിരതനായിട്ടിരുന്നു. ഗുരുവിനെ വിളിച്ച് ചോദിച്ചു, ഗുരുവേ. ഗുരു കണ്ണു തുറന്നു. അവൻ്റെ ചോദ്യം, എനിക്ക് ദൈവത്തെ കാണിച്ചു തരണം. ഗുരു കുറച്ചു നേരം കഴിഞ്ഞ് കണ്ണടച്ച് വീണ്ടും ധ്യാനത്തിലേക്ക് വന്നു. അങ്ങനെ 2-3 പ്രാവശ്യങ്ങളിൽ അവൻ ചെന്ന് ഗുരുവിനെ ശല്യപ്പെടുത്തിയപ്പോൾ അവസാനം ഗുരു ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അവനെ തൊട്ടടുത്തുള്ള ഒരു നദിയിലേക്ക് കൊണ്ടുപോയി. നദിയിൽ അവനെ വെള്ളത്തിലിറക്കിക്കൊണ്ട് ഏകദേശം കഴുത്തോളം വെള്ളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ തല വെള്ളത്തിലേക്ക് ആഴ്ത്തുകയാണ്. അവൻ ജീവശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു. സർവശക്തിമെടുത്തവൻ കുടന്ന് എഴുന്നേറ്റു ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ഗുരുവിനോട് ആക്രോശിക്കുകയാണ്, ഞാൻ ദൈവത്തെ കാണിക്കാൻ പറഞ്ഞ അങ്ങ് എന്നെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? അപ്പോൾ ആ ഗുരു ശാന്തമായിട്ട് പറഞ്ഞു, മകനെ, നിനക്ക് ദൈവിക ദർശനം വേണമെങ്കിൽ നീ എപ്രകാരം ജീവശ്വാസത്തിന് വേണ്ടി കിടഞ്ഞ് പരിശ്രമിച്ചു അതുപോലെ അന്വേഷിക്കുന്നവൻ കണ്ടെത്തും ദൈവിക ദർശനം അല്ലെങ്കിൽ ദൈവ അനുഭവം അവർക്കുണ്ടാകും. നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതങ്ങളിൽ ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ, തിരുവചനത്തിലൂടെ, വിശുദ്ധ ഉദാസകളിലൂടെ, അതുപോലെ ഒക്കെ ദൈവിക വെളിപാടിനായിട്ട്, ദൈവിക അനുഭവത്തിനായിട്ട്, ഗോഡ് എക്സ്പീരിയൻസ് നമ്മൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് സമീപസ്ഥനാവുന്നു. ചോദിക്കുന്നവർക്ക് അവിടുന്ന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവർക്കായി അവിടുന്ന് തുറന്നു കൊടുക്കുന്നു. ആ പ്രത്യാശയോടുകൂടി പ്രതീക്ഷയുടെ ദിവസമാണ് ക്രിസ്മസ്. നക്ഷത്ര വിളക്കുകളും സന്തോഷങ്ങളും ആശംസകളൊക്കെ നമ്മൾ അർപ്പിക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു. മനോഹരമായിട്ട് കീർത്തനങ്ങളും ഗീതങ്ങളൊക്കെ ഭക്തിനിർഭരമായിട്ട് അവർ ആലപിക്കുന്നു. അത് വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥനകളൊക്കെ ചൊല്ലുകയും നിങ്ങൾ ഭാഗങ്ങളൊക്കെ വായിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവാന്വേഷകരാകുവാൻ നമുക്ക് ദൈവം നൽകിയ ചെറിയൊരു ആയുസ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ കണ്ടെത്തുവാനും അവസാനം ദൈവത്തിൽ വിലയം പ്രാപിക്കുവാനും സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യജീവിതം സ്വാർത്ഥമായി തീരുന്നത്, അന്വർത്ഥമായി തീരുന്നത്. നമുക്കതിനുവേണ്ടി പ്രത്യേകിച്ച് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി രക്ഷകനായി എമ്മാനുവലായിട്ട് അവതരിച്ച കർത്താവിൻ്റെ കൃപയും സന്തോഷവും സമാധാനവും മാലാഖമാരെ ആശംസിച്ച ആ സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവക സമൂഹത്തിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് സമൂഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. വിനീതരായ ആട്ടടിയിലെയും വിജ്ഞാനികളായ രാജാക്കന്മാരെയും ദിവ്യശിശുവിന്റെ സൗദ്യത്തിലേക്ക് നയിച്ച ദൈവമേ, തന്റെ തിരുക്കുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപം മൂലം അടയ്ക്കപ്പെട്ട പർദീസായുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരം എടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയപുത്രനെ അയച്ച ദൈവമേ, തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ദാസന്റെ രൂപം ധരിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പൊലീത്തയെയും മാർ ബോസ്കോ മെത്രാനെയും
മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, പുത്രനായ മിശിഹായുടെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരന് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും നീതിമാനായി മാറിയ യോസേപ്പിനോടും വിനീതരായ ആട്ടിടയരോടും വന്നു ചേർന്ന് ഞങ്ങളും ദിവ്യവൈതരനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹാവതീർണനാകുവാനും ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അമ്പരവീഥിയിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. മഹിമാപൂരിതനാം കന്യാസൂനുവിനാം സർവം നൂതനമാം നിത്യസമാധാനം മാനാഖമാർന്നപ്പോൾ സൃഷ്ടികുലത്തിനു കൈവന്നു നവമാനല്ലൊരു പ്രത്യാശ രക്ഷകനെ സ്തുതിയും കീർത്തനവും. ആകാശം ആഹ്ലാദിക്കുകയും ഭൂതലം ആനന്ദിക്കുകയും ചെയ്യട്ടെ. ഉദയം ചെയ്തുലകിൽ പാപം നീക്കിയിടും സൃഷ്ടാവാകും ദൈവത്തിൻ സ്നേഹവും അതുപോലെ രക്ഷയുമാ ദൈവാത്മജനിൽ ദർശിക്കും മധ്യമോദം കൊള്ളുന്നു രക്ഷകനെ സ്തുതിയും കീർത്തനവും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെ നീതിമാനായ മാറിയ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹമാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നുള്ള ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകളുടെ ജോഡി രക്തസാക്ഷികളുടെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തിയുള്ളതിനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ ശിക്ഷിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവയിൽ തറക്കപ്പെട്ടു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥവുമായ ഏകവിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ അർത്ഥം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. രണ്ടാമത്തെ കൂദാശ ക്രമമാണ് തേതോറിന്റെ കൂദാശ, പേജ് നമ്പർ 100. സകലത്തിന്റെ നാഥനാ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുക. നിന്നെ ശക്തനാക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണം. എന്റെ സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, സർവശക്തൻ നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിന്റെയും കാരണബോധനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും അവർണ്ണീയവും മഹോന്നതമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവ് അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് യേശു മിശിഹാ തന്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാവകവും ഭയഭക്തിയനുഭവമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധവും സ്തുത്യർഹവുമായ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതിയുടെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങേ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവസത്തിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിസ്തൃതിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നല്ല ഇപ്പോഴും എവിടെയും ആയിട്ട് പറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നുവല്ലോ. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവും കർത്താവാകുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങിൽ നിന്നുള്ളവന് സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പൗത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമാവുന്ന വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അഭിവാജ്യരുമായി മൂന്നാളുകളുമായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്തിഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു. സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു.
കർത്താവായ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുകയും അങ്ങേക്ക് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങയെ സ്തുതിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഏകജാതനും ദൈവവചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിന്റെ തികവിൽ അവിടുന്ന് തന്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും അവിടെ നിർവസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസും മരിച്ചവരിൽ നിന്നുള്ള അതിജാതനുമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലതും പൂർത്തിയാക്കുന്നവനും അവിടുന്നാകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തന്റെ ശരീരത്തിന്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ തങ്ങളെ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധ സ്ലിഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം എളിയവരും ബലഹീനരും നിസ്സാരരുമായി ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവ കുഞ്ഞാടിന്റെ രഹസ്യമാവുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയാത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധമായ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. ആമീൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നും വസിക്കുവാൻ ഇടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗികളും സഭയിൽ നിന്ന് അകറ്റിക്കളയണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങൾ എല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാൻ ഇടയാക്കണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ മെത്രാനും മാർ മൂലക്കാട്ട് പിതാവും മറ്റെല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും സംസ്ഥാനമാരും സമർപ്പിതന്മാരുമായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരായി തീരുന്നതിനും ഇടയാക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെ മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവർത്തികളോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരുവാൻ ഇടയാക്കണമേ. പാപിയും അയോഗ്യനുമായി ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയിലെ ഫലങ്ങളെയും കാലാവസ്ഥയെയും
വത്സരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങ് അനാദികാലം മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിന്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനമായ കർത്താവ് ഈശോ മിശിഹ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തിയായിരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, ആരാധ്യനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായി സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. നിങ്ങൾ നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെ മേൽ ഇറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അടുന്ന ദിവസത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ കാസയിൽ നിന്ന് പാനം ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിന്റെയും ശരീരത്തിന്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമായി തീരട്ടെ. ദിവ്യകൽപ്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങയെ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരായി തീരട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർക്കും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൻ സമ്മാനമാ ഭൂവിലേക്കെന്നു വന്ന സ്വർഗീയ ഭോജ്യമേനാ നിത്യജീവന്റെ അപ്പമേനാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്വർഗ സമ്മാനമേ, ഇപ്പോഴും എപ്പോഴും എന്നേരവും ആരാധന അങ്ങേയ്ക്കാരാധന. ഇപ്പോഴും എപ്പോഴും എന്നേരവും ആരാധന അങ്ങേയ്ക്കാരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും
സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപുറം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ബന്ധിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ നിന്റെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാത്മാവിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇതാനുകൂടമായി തീർന്നതും പാപമോചനത്തിനായി നമുക്ക് വേണ്ടി നൽകപ്പെട്ടതുമായ രഹസ്യം ആത്മശരീര വിശുദ്ധിയോടെ നമുക്ക് ഇതിനെ സമീപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ നാമം എമ്മാനുവേൽ എന്നായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ മിശിഹ പിറന്നിരിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ.
പാതിരാവിൽ മാനവ പാപങ്ങൾ നീക്കുവാനാ കന്യക മേരിതൻ പൊന്മകനാ രക്ഷകൻ ജാതനായി മർത്യനായി പുൽത്തൊഴുത്തിൽ രാജരാജൻ സ്നേഹരാജൻ പാപികളെ തേടി വന്നു നൂതന ജീവനെ നൽകിടുവാൻ സ്വർഗീയദാനങ്ങൾ ചിന്തുവാനാ രക്ഷകൻ ജാതനായി മർത്യനായി പുൽത്തൊഴുത്തിൽ വാനവർത്തൻ ദിവ്യഗീതം കേൾക്കുകയായി ആട്ടിടയർ കാഴ്ചകളെ വണങ്ങിടുവാൻ രാജാധിരാജനെ വാഴ്ത്തിടുവാൻ രാജാക്കന്മാരടഞ്ഞു പൊന്നും മീറയുവാൻ ദിവ്യകാലം മിന്നി നിന്നു വിൻപ്രകാശം തിങ്ങിയെന്നും മാലാഖമാർ പാടി ശാന്തിഗീതം മാനവരാഗാനം ഏറ്റുപാടി അത്യുന്നതത്തിൽ മഹത്വം ഭൂമിയിൽ മർത്യനം ശാന്തി ബേത്ലഹേമിൽ പുൽക്കൊടിയിലിൽ മഞ്ഞു പെയ്യും പാതിരാവിൽ മാനവ പാപങ്ങൾ നീക്കുവാനാ കന്യകമേരിതൻ പൊന്മകനാ രക്ഷകൻ ജാതനായി മർത്യനായി പുൽത്തൊഴുത്തിൽ രാജരാജൻ സ്നേഹരാജൻ പാപികളെ തേടി വന്നു നൂതന ജീവനെ നൽകിടുവാൻ സ്വർഗീയദാനങ്ങൾ ചിന്തുവാനാ രക്ഷകൻ ജാതനായി മർത്യനായി പുൽത്തൊഴുത്തിൽ വാനവർത്തൻ ദിവ്യഗീതം കേൾക്കുകയായി ആട്ടിടയർ കാഴ്ചകളെ വണങ്ങിടുവാൻ രാജാധിരാജനെ വാഴ്ത്തിടുവാൻ രാജാക്കന്മാരടഞ്ഞു പൊന്നും മീറയുവാൻ ദിവ്യകാലം
നിൻ പ്രകാശം തിങ്ങിയെന്നും മാലാഖമാർ പാടി ശാന്തിഗീതം മാനവരാഗാനം ഏറ്റുപാടി അത്യുന്നതത്തിൽ മഹത്വം ഭൂമിയിൽ പരത്തണം ശാന്തി. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുസന്നിധിയിൽ സന്തോഷിക്കുന്ന നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനാ രാജാവേ, സ്വർഗരാജ് ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്രം, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങൾ അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നദ്ധയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടം അനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെ കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾ എല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമാപന ആശീർവാദത്തിന് ശേഷം ഏതാനും അറിയിപ്പോഴുണ്ട്. സമാപന ആശീർവാദത്തിനായിട്ട് നിങ്ങളായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, മിശിഹായെ ലോകരക്ഷകനായി ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ സ്നേഹാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച ഞങ്ങളെന്നും അങ്ങയുടെ സജീവ സാക്ഷികളായി തീരട്ടെ. അങ്ങയുടെ മഹനീയ ദാനത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിന്റെ പ്രതിരൂപമായ മിശിഹായെ, നിന്നിൽ പിതാവിനെ കാണുവാനും തിരുപ്പിറവിയുടെ ആനന്ദത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളാൽ നൽകിയതിന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. രക്ഷയുടെ അച്ചാരമായി ദിവസങ്ങൾ ഞങ്ങൾക്ക് നിത്യസൗഭാഗ്യത്തിന് കാരണമായി തീരട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് തന്റെ ജീവിതായുമായ സുവിശേഷം വഴി ശിക്ഷണത്തോട് പ്രകാരം അരുളി ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവധി ഉണ്ടാവുകയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്നും നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. അന്ധകാരത്തിൽ ചരിക്കുന്നവർക്കും മരണത്തിന്റെ നിഴലിൽ വസിക്കുന്നവർക്കും വലിയ പ്രകാശമായി ഉദിച്ച മിശിഹാനാഥനെ നിങ്ങൾ വാഴ്ത്തുവിൻ. ജ്ഞാനികൾ രക്ഷകനെ അന്വേഷിച്ചു കണ്ടെത്തിയതുപോലെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും മിശിഹായി കണ്ടെത്തുവാൻ നിങ്ങൾക്കിടയാകട്ടെ. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സകല ജനങ്ങളും ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയട്ടെ. കർത്താവിന്റെ വിശുദ്ധ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങൾ എല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഒരു മിനിറ്റ് കൂടി ഇരിക്കുക. ഒരു അറിയിപ്പുള്ളത്, ഇപ്പോൾ എല്ലാവർക്കും ഒരു സ്നേഹവിരുന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ സന്തോഷമായിട്ട് എല്ലാവരും അതിൽ പങ്കുകൊണ്ടിട്ട് സന്തോഷത്തോടെ പിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു വാക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇന്ന് ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഞാൻ ബസിലിക്ക പള്ളിയിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നിട്ട് ഇന്ന് 1 മാസം തികയാണ്. നവംബർ 25-ാം തീയതിയാണ് അഭിമന്യ ബോസ്കോ പുത്തൂർ പിതാവ്, പരിശുദ്ധ പിതാവിനാൽ നിയോഗിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ എന്നെ ഈ കത്തീഡ്രൽ പള്ളിയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയോഗിച്ച് കൽപ്പന നൽകിയത് നവംബർ 25-ാം തീയതി. അപ്പോൾ 1 മാസം കഴിഞ്ഞതിന് കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ദിവസം ആദ്യമായിട്ട് ഞാൻ ഇവിടെ കുർബാന അർപ്പിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നതിലും മിക്കവാറും ഫോർട്ട് കൊച്ചി പള്ളിയിലും അതുപോലെ മറ്റ് ഉള്ള പള്ളികളിലൊക്കെ. അപ്പോൾ ഈ ഇടവ ദേവാലയത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ദൈവം കൃപ നൽകിയതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിനിവിടെ വേദിയൊരുക്കിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എൻ്റെ ക്രമീകരണങ്ങൾ കോർഡിനേറ്റ് ചെയ്ത എല്ലാവരുടെയും പേര് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ നമ്മുടെ ഞാൻ ടോമി, അതുപോലെ കുറച്ച് പേരായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ ഇവിടെ. അവരെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. വളരെ ഹൃദ്യമായിരുന്നു വായനകൾ. 4 വായനകളും വളരെ സ്ഫുടമായിട്ടും വ്യക്തമായിട്ടും ഭംഗിയായിട്ടും വായിച്ചു. ദേവാലയ ശുശ്രൂഷി ശ്രീ ഫ്രാൻസിസ്, അതുപോലെ മറ്റു ആൾക്കാർ ശുശ്രൂഷകൻ, അവരൊക്കെ മനോഹരമായിരുന്നു, ഹൃദ്യമായിരുന്നു ഗീതങ്ങൾ ആലപിച്ചത്. അപ്പോൾ നിങ്ങളുടെ പങ്കാളിത്തം നമുക്കറിയാം. മറ്റ് ഉദാഹരണമായിട്ട് ഹൈന്ദവ സഹോദരങ്ങൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഈശ്വരനും അവനും മാത്രമായിട്ടാണ്. അവിടെ സമൂഹമായിട്ട് പ്രാർത്ഥനയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമ്മളാണ് ഒരു സമൂഹമായിട്ട്, ഒരു കുടുംബമായിട്ട്, ഒരു ആരാധനാ സമൂഹമായിട്ട് ആരാധിക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് ആ പാർട്ടിസിപ്പേഷൻ വളരെ മനോഹരമായിരുന്നു. അത് നിങ്ങൾ തുടർന്ന് നടത്തുക. അപ്പോൾ ഇതിനുവേണ്ടി അധ്വാനിച്ചവരുണ്ട് ഒരുപാട് പേര്. ഓരോരുത്തരും ഞാൻ പേരെടുക്കുന്നതിൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും ദേവാലയത്തിൽ വന്നിട്ട് ആദ്യത്തെ ഒരു ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഈ ബലി ഈ ഇടവക സമൂഹത്തിന് വികാരി അർപ്പിക്കുന്ന ബലിയാണ്. വികാരി കുർബാന എന്നാണ് അതിന് പറയുക. പ്രധാനപ്പെട്ട ദിവസങ്ങളായ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ്, നമ്മുടെ കർത്താവിൻ്റെ പിറവി, നമ്മുടെ പിതാവായ തോമസ് ലിയുടെ ദുഃഖ്രാന, പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ആ ബലിയർപ്പണം നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ബസിലിക്ക ഇടവാംഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബലി അർപ്പിച്ചിരിക്കുക. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു അഭ്യർത്ഥന നിങ്ങളോടുള്ളത്, ഇടവക ഒരു കുടുംബമാണ്. കുടുംബം, ഒരു സമൂഹം, ആരാധനാ സമൂഹത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണത്. പല കാഴ്ചപ്പാടുകളുണ്ടാവാം, പല അറിവില്ലായ്മകളുണ്ടാവാം, പല തെറ്റിദ്ധാരണകളുണ്ടാകാം. നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകരുത്. അതിൻ്റെ കാരണക്കാരി ഞങ്ങളാണ്. ഞാനടക്കമുള്ള പുരോഹിതർ. അവർ ചിലപ്പോൾ തിന്മയെ നന്മയായിട്ട് പറയുന്നു. നിങ്ങൾ ഒരു വൈദികനെയോ മെത്രാനെയോ കണ്ടുകൊണ്ടല്ല വിശ്വസിക്കേണ്ടത്. ദൈവമായ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കുക. 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കാം. ഒന്ന്, 2000-ലധികം വർഷം ഉള്ള നമ്മുടെ മഹനീയമായിട്ടുള്ള പാരമ്പര്യം, സഭാ പാരമ്പര്യം, ശ്ലൈഹിക പാരമ്പര്യം എന്നാണ് അതിനെ പറയുക. ആ ശ്ലൈഹിക പാരമ്പര്യം എന്ത് പറയുന്നു? അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം എന്ത് പറയുന്നു? വചനം മാത്രം പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്, വചനം പറയുന്നത് കേൾക്കണം. ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ ആ മൂല്യങ്ങൾ നമ്മൾ ഓർക്കണം. 3-ാമതായിട്ട് മാജിസ്റ്റേരിയം, അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക പഠനം, ഔദ്യോഗിക പ്രബോധനങ്ങൾ, അതിന് നമ്മൾ വിധേയരായിരിക്കണം. സഭയേക്കാൾ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരില്ല. എത്ര വലിയ ദൈവശാസ്ത്രത്തിനാണെങ്കിലും സഭയ്ക്കുള്ളിലാണ്, സഭയ്ക്ക് കീഴ്പ്പെട്ടാണ് ജീവിക്കേണ്ടത്. അവിടെയാണ് അനുസരണവും അതുപോലുള്ള മൂല്യങ്ങൾ നമ്മൾ കാണേണ്ടത്. അപ്പോൾ സഭ പത്രോസിൻ്റെ പിൻഗാമിയായ റോമയിലെ മാർപ്പാപ്പയെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെയാണ് കത്തോലിക്ക വിശ്വാസികൾ എന്ന് പറയുന്നത്. കത്തോലിക്കൽ എന്ന് പറയുന്നത് അതാണ്. മറ്റ് ഓർത്തഡോക്സുകാർ, ജാക്കോബൈറ്റ്സുകാർ, മാർത്തോമാക്കാർ, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അവർ മാർപ്പാപ്പയുടെ അപ്രമാദിത്വത്തെ അല്ലെങ്കിൽ പത്രോസിൻ്റെ പിൻഗാമിയായിട്ട് അംഗീകരിക്കണം എന്നില്ല. മറ്റു കാര്യങ്ങളൊക്കെ സെയിമാണ്. ഉദാസകൾ, ബൈബിള്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ.
പത്രോസിനെ ഈശോ അപ്പസ്തലന്മാരുടെ നേതാവാക്കി സ്വർഗത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ നൽകിക്കൊണ്ട് പറഞ്ഞു, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ പത്രോസാകുന്ന പാറമേൽ പത്രോസിന്റെ ലൈംഗികമായിട്ടുള്ള ആ പിന്തുടർച്ച, അതാണ് നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ കത്തോലിക്ക വിശ്വാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കത്തോലിക്ക കൂട്ടായ്മയിൽ നിൽക്കണം. ആദിമസഭയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പത്രോസും പൗലോസും. പത്രോസ് വേറെ ഒരു മുക്കുവനായിരുന്നു, മീൻപിടിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് അറിയാമായിരുന്നുള്ളൂ. പക്ഷേ പൗലോസ് വലിയ പണ്ഡിതനായിരുന്നു, ഗമാലിയലിന്റെ ശിഷ്യനായിരുന്നു. അവർ തമ്മിൽ വാഗ്വാദം ഉണ്ടായി, വഴക്കുണ്ടായി. പക്ഷെ പത്രോസ് എഴുന്നേറ്റ് കാര്യം പറഞ്ഞപ്പോൾ അതെല്ലാം തീർന്നു. അതാണ് ഇന്നും സഭയുടെ പാരമ്പര്യം. അൾട്ടിമേറ്റ് ആയിട്ടുള്ള വാക്ക് പത്രോസിൻ്റെയാണ്, അതായത് മാർപ്പാപ്പയുടെ. ആ മാർപ്പാപ്പയോട് വിധേയപ്പെട്ടുകൊണ്ട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഏതെങ്കിലും സഹോദരങ്ങൾക്ക് അങ്ങനെ അന്ധത അല്ലെങ്കിൽ അറിവില്ലായ്മ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വാഗ്വാദം ഉണ്ടാകേണ്ട, അവരോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം സാവൂളായിരുന്ന പൗലോസ് ആ പ്രകാശക്കതിര് വന്നപ്പോഴാണ് അവൻ കുതിരപ്പുറത്തുനിന്ന് വീഴുകയും പുതിയൊരു വ്യക്തിയായിട്ട് തീരുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരസ്പരം ഭാരങ്ങൾ വഹിക്കാൻ നമ്മൾ തയ്യാറാകണം. പോരടിക്കുവാനും വഴക്കുണ്ടാക്കാനും ഒന്നും നിങ്ങൾ പോകരുത്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് ശോഭനമായ ഭാവി തരും എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഈ സുദിനത്തിൽ, ക്രിസ്മസ് ദിനത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും, ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പ്രഭാവരവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പ്രകാശവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പ്രത്യേകിച്ച് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പ്രിയപ്പെട്ടവരെ, ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്